ഗൈസ്, ഇന്ന് ഞങ്ങൾ സ്വാതിയുടെ ക്വാർട്ടറിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പം നമ്മൾ എഫിലോട്ടാണ് വന്നിട്ടുള്ളത്. ഇതാണ് എഫിലോട്ട് പോകുന്ന റോഡ്. ഞങ്ങളവിടെ വെടിയതീതിയുണ്ട്. ഇവരെ പറ്റി എന്താണ് പറയാനുള്ളത്? രണ്ട് ഫോൺ മാന്തികളാണ് വരുന്നത്. ഒരുത്തിയാണെങ്കിൽ യൂട്യൂബാണ്, 24 മണിക്കൂർ ഫോണാണ്. ഫോൺ കാത്തു വെക്കൂല. നമ്മൾ ഫോൺ വഴി എങ്ങനെ പൈസ ഉണ്ടാക്കാന്നുള്ള ഒരു ഫോൺ വഴി എങ്ങനെ പൈസ ഉണ്ടാക്കാന്നും പറഞ്ഞുകൊണ്ട് നടക്കുകയാണ് നമ്മൾ, അല്ലേ? ഇൻസ്റ്റാ വഴി, യൂട്യൂബ് വഴി. ഞങ്ങൾ ഇവിടെ ഒറ്റപ്പെട്ട് കിടക്കുന്ന ഒരു കുട്ടിയുടെ വീട്ടിലേക്കാണ് പോണേ. ഞങ്ങളങ്ങ് ദൂരെ നിന്ന് നമ്മള് ആക്സിഡന്റ് മോന്റെ സൈക്കിളിലെ യാത്രയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. സഞ്ചാരം. ഇതാണ് പട്ടാളത്തിലെ സലീം കുമാർ. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ എണീറ്റ് നിൽക്കും. ഇവിടെ ശരിക്കും വേപ്പുണ്ട് കേട്ടോ, നല്ല വേപ്പുണ്ട്. ഈ പാർക്കിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല, കാരണം ഇവിടെ സ്ഥലങ്ങളുടെ പേരൊന്നും എടുത്തിപ്പോൾ പറയാൻ പാടില്ലെന്നൊരു റൂള് വന്നിട്ടുണ്ട്. ദീദിമാര് വരുന്നുണ്ട് നമ്മളെ പുറകെ. ഹായ് പറയാറായിട്ടുണ്ട്. സ്ഥലം ഒന്ന് നോക്കൂ ഗൈസ്. അതിൻ്റെ ഇടയിൽ കൂടെ വരുന്ന കണ്ടോ. ഇങ്ങനെയും നമുക്ക് സൈക്കിളിലിരിക്കാം. ഇവൻ നോക്കുന്നത് ഒരു പശുമാമൻ നിൽക്കുന്ന ഒരു പശുമാമൻ. ഇതുവരെ ചർച്ച കഴിഞ്ഞിരിക്കില്ല. യൂട്യൂബിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് എങ്ങനെ പൈസ ഉണ്ടാക്കാം. മിക്കവാറും ഒരു കോടീശ്വരിമാരാവും. കണ്ണിമാങ്ങയൊക്കെ വന്ന് കഴിഞ്ഞിരിക്കുന്നു. കണ്ണിമാങ്ങ ഓരോ സ്ഥലത്തിനെയും സെക്ടർ A, B, C, D എന്നാണ് പറയുന്നത്. അപ്പം നമ്മൾ Eയിലാണ്. ഇപ്പം നമ്മൾ Fലോട്ടാണ് വന്നിട്ടുള്ളത്. Fൽ വന്നിട്ട് ഒരു കുട്ടിയുണ്ട് ബെസ്റ്റ് ഫ്രണ്ടായിട്ട് നമുക്ക്. അവളിവിടെ ഒറ്റയ്ക്കാണേ ഉള്ളത്. അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നിരിക്കുകയാണ്. നോക്കിയൊരു മല കണ്ട ഇതാരോ Fലെ ആരോ എന്ന് പറഞ്ഞാൽ ഈ ആരോ അല്ല, ആരോ വെള്ളം എടുക്കാനുള്ള കണ്ടേ മാതിരി വെള്ളം എടുക്കുന്ന. ആരാണ് ചെയ്തതെന്നറിയില്ല, പക്ഷെ നല്ല രസമുണ്ടല്ലേ. ഒക്കെ എന്ത് കലാപരമായിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്ത് വച്ചേക്കുന്നത്. TV കൊണ്ടും കലം കൊണ്ടും ടയർ കൊണ്ടും നല്ല രസമുണ്ട്. നടന്ന് നമ്മൾ അവിടെ എത്തിക്കഴിഞ്ഞു. ഗൈസ്, നമ്മുടെ ഫ്രണ്ടിൻ്റെ അടുത്ത്. ദിസ് ഈസ് സ്വാതി ആൻഡ് ഹർ ബോയ്. പ്രതിഭയ്ക്ക് ഡ്യൂട്ടിയുണ്ട്. സൈക്കിൾ ഇല്ലാത്തതുകൊണ്ട് കുഞ്ഞിന് സൈക്കിൾ വരെ എടുത്തോണ്ട് വന്ന ഈ ബയ്യ മെന്റാലിറ്റി ഉള്ള ബയ്യാണ് സ്വാതിയുടെ ക്വാർട്ടർ. ഞങ്ങളുടെ ക്വാർട്ടർ ഉണ്ടല്ലോ, എൻ്റെ ക്വാർട്ടർ ഇതുപോലെയൊന്നും അല്ല. ഇവിടെ ഇവർക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ, എനിക്ക് ഒരുപാട് സ്ഥലമുണ്ട്. ഗ്രൗണ്ട് ഫ്ലോറിൽ വരുമ്പോൾ 2 റൂം ഒരുമിച്ച് വന്നിട്ട് 2 റൂമിലോട്ടും ഒരു ഡോറുണ്ട് കണക്ട് ചെയ്ത്. നമ്മളവിടെ അങ്ങനെയല്ല, 2 റൂമിനും 2 ഡോറാണ്. ഇങ്ങനെ കൃഷി ചെയ്യാനുള്ള സ്ഥലം പ്രത്യേകമുണ്ട്. ഇതൊക്കെ അവർ തന്നെ കെട്ടിക്കൊടുത്ത് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള കാര്യമാണ് കേട്ടോ. അത് ഒരു മുളകൊക്കെ നട്ടു വെച്ചിട്ടുണ്ട്. ഇവിടെയും കുറച്ച് ചെടികളുണ്ട്. അവിടെ ഇരിക്കുവാണോ?
ഇതാണ് ബാക്ക് സൈഡ്. നീ ഇവിടെ വെച്ചാ വാഷിംഗ് മെഷീൻ ഇവിടെ വെച്ചാ? ബാക്ക് സൈഡ് നമുക്കിങ്ങനെ ബാക്ക് സൈഡ് ഒന്നുമില്ല. ഇവർക്ക് ബാക്ക് സൈഡ് ഒക്കെ ഉണ്ട്. ഗ്രൗണ്ട് ഫ്ലോറുകാർക്ക്. നമ്മുടെ ക്വാർട്ടേഴ്സിൽ ബ്ലാക്ക് ഫ്ലോർ ഇല്ല. നമ്മുടെ ക്വാർട്ടേഴ്സിൽ ഗ്രൗണ്ട് ഫ്ലോർ ഒന്നുമില്ല. ഇതാണ് സ്വാതിയുടെ റൂം. ഫോട്ടോസൊക്കെ വെച്ച് ഭയങ്കര ഡെക്കറേഷൻ്റെ. നാരങ്ങ വെള്ളം ഇല്ലേ? എടി ഇതൊന്നും വേണ്ട. ചോറൊക്കെ വെച്ചിട്ടുണ്ട്. നേരെ കാണിക്കുന്നത് ഒരു അമ്പലമാണ്. ഈ അമ്പലത്തിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. ഇറങ്ങിപ്പോകുന്ന താഴേക്കൊരു അമ്പലം, കാടിൻ്റെ ഇടയ്ക്ക്. പടലവും മുറിച്ച് ചാടിയൊക്കെ വരുന്നുണ്ട്. കറിവേപ്പില പറിക്കാൻ പോയതാ. കൊള്ളാവോ ഗൈസ്? ഇവിടെ കറിവേപ്പില ഒരുപാടുണ്ട്. ഈ കാണുന്നതിൽ മിക്കതും കറിവേപ്പില മരമാണ്. മരമല്ല, ചെടി. എൻ്റെ ക്വാർട്ടറിൻ്റെ ബാക്കിൽ ഒരുപാടുണ്ട്. കറിവേപ്പിലയ്ക്ക് ഒരു ക്ഷാമവും ഇല്ല. നല്ല കറിവേപ്പില. ഈ ചൂട്ടന് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ് ഇങ്ങനെ പറക്കാൻ പോകുന്നത്. ഞങ്ങൾ ക്വാർട്ടറിൽ രാവിലെ മുതൽ വൈകിട്ട് വരെ ഇരുന്നിട്ട് വൈകിട്ടാകുമ്പോൾ ഇറങ്ങുമ്പോൾ നല്ലൊരു റിലാക്സേഷനാണ് കിട്ടുന്നത്. രാവിലെ മുതൽ വൈകിട്ട് വരെ ക്വാർട്ടറിൽ ഇരുന്നിട്ട് വൈകിട്ട് ഇറങ്ങുമ്പോൾ ഭയങ്കര റിലാക്സേഷനാണ്. ചെടിയാണ് ഇത്. പേരെന്താണ്? നിത്യകല്യാണി. ഇതിൻ്റെ വെള്ളയുണ്ട്. ഓരോ പ്രോഡക്റ്റ് ഇതാണ് ഇവിടുത്തെ കുട്ടി. ഇതാണ് ഇവിടുത്തെ കുട്ടി. കാത്തിരുന്ന് വന്നത് ഇവളുടെ ഈ നാരങ്ങ വെള്ളം. അടിപൊളിയാണ് ഇവിടുത്തെ ഇവളുടെ നാരങ്ങ വെള്ളം. ചുട്ടിയാണ് അമ്മയുടെ ചുട്ടുമണി. അവിടെ ചുട്ടുമണി മണ്ടി കൊക്ക മണ്ടി. മക്കളെ അടിക്കുന്നു. കൊക്ക. LDF തോറ്റപ്പോ ഇവളെന്നെ ഒരുപാട് കളിയാക്കി. എടി നമ്മളെ പാർട്ടി ജയിച്ചടി. നമ്മളവിടെ ഭയങ്കര ചർച്ചയാണ്. വെരി 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 പവർഫുൾ. സ്നേഹിക്കാൻ പോവുകയാണ് എൻ്റെ ചുട്ടി. കുറച്ച് സ്നേഹിക്കാൻ പോവുകയാണ്. കടിച്ച് പറിക്കാൻ പോവുകയാണ്. ഇവനെ അടിക്കാൻ വേണ്ടിയിട്ട് ഒരു ഗുണ്ട ഇവിടെ വന്നിട്ടുണ്ട്. ഇവൻ അടിക്കും, ഇവൻ തിരിച്ചടിക്കും. അവസാനം കൂട്ടേണ്ടിയാവും. ഹലോ, അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഇറങ്ങുകയാണ്. വീട്ടിലേക്ക് പോവുകയാണ്. ഇവനാണെങ്കിൽ അടങ്ങിയിരിക്കുന്നില്ല. അങ്ങനെ വീട്ടിലേക്ക് പോകാൻ പോവുകയാണ്. ഇവിടുന്ന് നേരെ നമ്മുടെ സെക്ടർ എയിലോട്ടാണ് പോകുന്നത്. സെക്ടർ ഇ. ഒരുത്തം വരുന്നുണ്ട് കേട്ടോ. തുള്ളിച്ചാടി തുള്ളിച്ചാടി. അടുത്തൊരാൾ വരുന്നുണ്ട്. ഇവിടെ ഇതിനൊന്നും ഒരു ക്ഷാമവും ഇല്ല കേട്ടോ.
അങ്ങനെ ഞങ്ങൾ സോറി നമ്മുടെ സെക്ടർ ഇ, ഇതാണ് നമ്മുടെ സെക്ടർ ഇ. ഇതിനകത്താണ് നമ്മുടെ ക്വാർട്ടർ. അങ്ങനെ നമുക്കൊരുപാട് ദൂരമുണ്ട് നടക്കാൻ ഗൈസ്. നടന്ന് കണ്ടു. ഇവിടെയൊക്കെ നല്ല നല്ല പൂക്കളുണ്ട്, നല്ല പൂക്കളുണ്ട്. 2 സൈഡ് പൂക്കളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങളങ്ങനെ ഞങ്ങളുടെ ബഡി ദീദിയുടെ ക്വാർട്ടറിൻ്റെ പരിസരത്തെത്തിയിരിക്കുകയാണ്. ബഡി ദീദി ക്വാർട്ടറിൻ്റെ പരിസരത്തെത്തിക്കഴിഞ്ഞു. ഭയങ്കര ഇരുട്ടായോണ്ട് ഒന്നും കണ്ടുകൂടാ. ആ കാണുന്നതൊരു പാർക്കാണ്. പിടിക്കണോ? അങ്ങനെ ഗൈസ് ഞാനും എച്ചോപ്പിയും തിരിച്ചെത്തി. അങ്ങനെ ഞങ്ങളുടെ ക്വാർട്ടേഴ്സിലോട്ട് പോവുകയാണ്. ഞങ്ങളെ ക്വാർട്ടേഴ്സ് തോന്നി നേരെ കാണുന്ന വലത് സൈഡിലിരിക്കുന്ന ബിൽഡിങ്ങാണ്. എൻ്റെ ഫ്രണ്ടിൽ പാർക്കാണ്. ലൈറ്റില്ല പാർക്കിൽ. റോഡിൽ ആരുമില്ല. എല്ലാവരും സ്റ്റേഡിയത്തിൽ പോയി കാണും, അല്ലെങ്കിൽ കോംപ്ലക്സിൽ പോയി കാണും. ഇന്ന് കോംപ്ലക്സ് ഇല്ല. ഇന്ന് തിങ്കളാഴ്ച ദിവസം ഇവിടെ കോംപ്ലക്സോ പിന്നെ ക്യാൻറ്റീനോ ഒന്നുമില്ല. ഇവിടെ തിങ്കളാഴ്ചയാണ് ഹോളിഡേ. അങ്ങനെ നമ്മളിതാ തിരിച്ചെത്തിയിരിക്കുന്നു. അപ്പം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇവിടെ എല്ലാ ക്വാർട്ടറും വേറെ കൺസ്ട്രക്ഷനാണ്. സ്വാതിയുടെ ക്വാർട്ടർ പോലെയല്ല, ഇതൊക്കെ വേറെ കൺസ്ട്രക്ഷനാണ്. ഇവിടെയൊക്കെ 2 നിലയേ ഉള്ളൂ, ഞങ്ങൾക്ക് 4 നില. അങ്ങോട്ട് ലൈറ്റൊന്നുമില്ല, അതുകൊണ്ട് നേരെ കാണാൻ പറ്റത്തില്ല. അപ്പം ശരി, ഇനി അടുത്ത വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, പിന്നെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. ഈ റോഡ് ഭയങ്കര കുണ്ടും കുഴിയായിട്ട് കിടക്കുകയാണ്. ഭയങ്കര പാടാണ്. നമ്മളിങ്ങനെ വരുമ്പോൾ തന്നെ റോഡിൻ്റെ ഫ്രണ്ടിലെത്തുന്ന മുമ്പ് ഒരു ലൈറ്റൊന്നുമില്ലേ, വരുമ്പം തന്നെ നമ്മളെ കാത്ത് ഒരാൾ കിടപ്പുണ്ടായിരിക്കും. ഇരുട്ടായതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല. എന്നാലും ഞാനൊന്ന് കാണിക്കും. ഒരാളിപ്പോൾ ഓടി വരും നമ്മളെ കണ്ടുകൊണ്ട്. ആളവിടെ നോക്കിയിരിപ്പുണ്ട്, അനങ്ങുന്നില്ല. ഇതുവരെ അനക്കം വച്ചിട്ടില്ല. വന്നു ഒരു നിഴല് പോലെ കാണാം. ഇതാണ് ആള്. ശാന്ത. ബൈ ഗൈസ്, ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ കാണാവേ. ബൈ.